ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ. സിന്ധു നദിയിലെ വെള്ളം തടയുന്നത് യുദ്ധമായി കണക്കാക്കുമെന്നും ഇന്ത്യയെ വീണ്ടും പാഠം പഠിപ്പിക്കുമെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പറഞ്ഞു. ഇസ്ലാമാബാദിലെ ചടങ്ങിലാണ് പ്രകോപന പരാമർശം ഉണ്ടായത്. ആദ്യം നമുക്ക് ആ പരാമർശം ഒന്ന് കേൾക്കാം. मैं ये बताना चाहता हूं आज दुश्मन को कि अगर तुम हमारा पानी बंद करने की धमकी देते हो तो ये बात जहन में रखना कि पाकिस्तान की एक बूंद भी तुम पाकिस्तान से छीन नहीं सकते. उस खुदाए बुजुर्गो बरतर की कसम है कि अगर तुमने ये हरकत की तो दोबारा तुम्हें वो सबक सिखाएंगे कि तुम्हारा तुम कानों को हाथ लगाओगे पाकिस्तान का तुम कभी भी. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, വളരെ പ്രകോപനപരമായിട്ടാണല്ലോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. തീർച്ചയായും വളരെ പ്രകോപനപരമായ ഒരു പരാമർശമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തുടർ നടപടിയായാണ് ഇന്ത്യ പാകിസ്ഥാനെതിരായ കടുത്ത നടപടികളുടെ ഭാഗമായി ഈ സിന്ധു നദീജല കരാറിൽ റദ്ദാക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ എടുത്തത്. ഈ ഒരു വിഷയം മുൻനിർത്തിയാണ് ഇപ്പോൾ ഷഹബാസ് ഷരീഫ് ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. സിന്ധു നദിയിലെ ഒരു തുള്ളി ജലം പോലും കവരാൻ ഇന്ത്യയെ അനുവദിക്കില്ല എന്നും ഇന്ത്യയെ പാഠം പഠിപ്പിക്കുമെന്നും ഈ സിന്ധു നദിയിലെ ജലം തടയുന്നത് അത് യുദ്ധമായി കണക്കാക്കുമെന്നും ഇന്ത്യക്ക് ചെവി പൊത്തി ഓടേണ്ടി വരും എന്നുമുള്ള തീർത്തും പ്രകോപനപരമായ പരാമർശമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായി പാകിസ്ഥാനിലെ സേനാ മേധാവി അസീം മുനീർ US-ൽ വെച്ച് സമാനമായ തരത്തിലുള്ള പരാമർശം, ഒരു യുദ്ധപ്രഖ്യാപനം തന്നെ ഇന്ത്യക്കെതിരെ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയും സമാനമായ പരാമർശം നടത്തിയിരുന്നു. ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ തുടർച്ചയായുള്ള പ്രകോപന പരാമർശമാണ് ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ എന്തായാലും പാക് പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഈ അത്യന്തം നിരുത്തരവാദിത്തപരമായ പരാമർശങ്ങൾ പാകിസ്ഥാനിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനെ കഴിഞ്ഞ ദിവസം ഈ പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ പരാമർശത്തെ തുടർന്ന് അതിശക്തമായ ഭാഷയിൽ തന്നെ ഇന്ത്യ അപലപിക്കുകയും അതിന് ശക്തമായ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.